തൃശൂർ കുറ്റുമുക്കിൽ മൃതദേഹം ഉപേക്ഷിച്ച സംഭവത്തിൽ സ്വർണ്ണ വ്യാപാരിയായ വിശാൽ അറസ്റ്റിൽ. തിയോഫിൻ ചേരുന്നത് തൃശൂരിൽ നിന്നും. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിയോഫിൻ, എന്തായിരുന്നു ഈ അറസ്റ്റിനാസ്പദമായ സംഭവം? വിശദാംശങ്ങൾ. വിനീഷ, ഞായറാഴ്ച രാവിലെയാണ് പാടത്ത് മൃതദേഹം കണ്ടെത്തുന്നത്. അന്ന് മൃതദേഹം കണ്ടെത്തിയപ്പോൾ സംശയിച്ചിരുന്നത് വയറിന്റെ ഭാഗത്തുണ്ടായിരുന്ന മുറിവുണ്ടായിരുന്നു. ഈ കാരണം കൊണ്ട് കുത്തേറ്റ് മരിച്ചതാകാമെന്ന നിഗമനമായിരുന്നു പോലീസിന്. രാവിലെ ഈ പാടത്തിന് സമീപത്തു കൂടി നടക്കാനായി പോയിരുന്നവരാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇവർ പോലീസിന് വിവരം അറിയിക്കുകയും മണ്ണുത്തി പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പരിശോധിക്കുകയും ആദ്യം ഒരു കൊലപാതകമാണ്, കുത്തേറ്റ് മരിച്ചതാണെന്ന നിഗമനത്തിലെത്തുകയും ചെയ്തിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലാണ് വ്യക്തമായത് കാർ കയറി മരിച്ചതാണ്. കാറിന്റെ ടയർ കയറിയതായുള്ള ഒരു അടയാളം, അതിന്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ ലഭിച്ചു. അങ്ങനെ പോലീസ് സർജന്റെ നിർദ്ദേശപ്രകാരം ആണ് പോലീസ് അന്വേഷിക്കുന്നത്. വാഹനം അന്വേഷിച്ചു. പിന്നീട് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു അന്വേഷിച്ചു. ഈ മരിച്ചയാൾ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി രവി എന്നയാളാണെന്ന് പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. ഇയാളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇയാൾ പലപ്പോഴും മദ്യപിച്ച് വഴിയിൽ കിടക്കാറുള്ള ഒരാളാണ് എന്ന ഒരു സൂചനകൾ ലഭിച്ചു. അങ്ങനെ ഉള്ള അന്വേഷണത്തിലാണ് ഈ സ്വർണ്ണ വ്യാപാരിയും കുടുംബാംഗങ്ങളും അറസ്റ്റിലാവുന്നത്. സ്വർണ്ണ വ്യാപാരിയായ വിശാൽ ഇപ്പോൾ റിമാൻഡിലാണ്. വിശാലിന്റെ പിതാവ് ദിലീപ് കുമാർ, ഇയാളുടെ ഭാര്യ ചിത്ര, ഈ മൂന്ന് പേരെയാണ് പോലീസ് പിടികൂടിയത്. ഇവരിലേക്ക് എത്താനുള്ളൊരു വഴിയൊരുങ്ങിയത് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് നടത്തിയത്. വാഹനം ഇടിച്ചാണെന്ന് വ്യക്തമായിരുന്നു. അങ്ങനെ രവി എവിടെയാണ് ഉണ്ടായിരുന്നതെന്ന് അന്വേഷിക്കുകയും CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ ഇക്കണ്ടവാരിയർ റോഡിലുള്ള വീടിന് സമീപത്തെ വരെ ആ ഭാഗത്ത് രവി ഉണ്ടായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഉണ്ടായ സംഭവം ഇങ്ങനെയാണ്. 23-ാം തീയതി വൈകിട്ട് 9 മണിയോടുകൂടി രവിയും കുടുംബവും പുറത്തു പോകുന്നു. കാറിൽ ഭക്ഷണം കഴിക്കാനായി പോയതാണ്. അതിനുശേഷം മടങ്ങി വരുമ്പോൾ ഗേറ്റിന് മുന്നിലായി ഇയാൾ കിടന്നിരുന്നത് ഇവർ കണ്ടില്ല. കാർ രവിയുടെ ദേഹത്ത് കയറി മരിച്ചെന്ന് മനസ്സിലായതോടുകൂടി എന്ത് ചെയ്യുമെന്നറിയാതെ പെട്ടെന്ന് ഈ സംഭവം ഒളിപ്പിക്കാൻ വേണ്ടി, കൊലപാതകം കേസാകും എന്ന് ഭയന്ന് പെട്ടെന്ന് ഈ സംഭവം ഒളിപ്പിക്കുന്നതിന് വേണ്ടി മൃതദേഹം കാറിന്റെ ഡിക്കിയിൽ കയറ്റി കുറ്റുമുക്ക് പാടത്തിന് സമീപം കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് വളരെ ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുടെ കാർ ഈ വഴി കടന്നുപോയതായി വിവരം ലഭിച്ചത്. വീടിന് സമീപത്തു നിന്നും ഒപ്പം കുറ്റുമുക്ക് പാടത്തും. അങ്ങനെ തുടർന്നുള്ള അന്വേഷണത്തിൽ ഇവരെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് ഒടുവിൽ കുറ്റസമ്മതം നടത്തിയത്. അങ്ങനെ ഇപ്പോൾ ഒരു നിർണായകമായ വഴിത്തിരിവ് മണ്ണുത്തി പോലീസിന്റെ അന്വേഷണത്തിൽ ഉണ്ടായിരിക്കുന്നു. അതായത് കാർ ഇടിച്ച ശേഷം മൃതദേഹം കുറ്റുമുക്ക് പാടത്ത് കൊണ്ട് ഉപേക്ഷിച്ച കേസിൽ സ്വർണ്ണ വ്യാപാരിയായ വിശാൽ അറസ്റ്റിലായിരിക്കുന്നു. വിനിഷ. ശരി, തിയോഫിനാണ് തൃശ്ശൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.